ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്പിളിയോട് ദയ പറയാണ്, ഇനി എന്തായാലും എൻ്റെ കുഞ്ഞ് താഴെയെന്ന് തോന്നുന്നു, ഞാൻ മരുന്ന് കഴിച്ച് കിടന്നത് കൊണ്ട് കുഞ്ഞ് താഴെയുണ്ട്, ഞാൻ താഴോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് അവർ താഴോട്ട് പോകണം കേട്ടോ. എന്നാൽ ഈ സമയം ജീവരാജിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ജീവരാജിൻ്റെ അടുത്തോട്ട് മഞ്ചാടി എത്തുന്നു. മഞ്ചാടി എത്തിയ ഉടൻ തന്നെ ജീവരാജ് ചോദിക്കുകയാണ്, എന്താ ഇന്ന് ഇത്ര ലേറ്റായി? എന്നും കാണുന്ന സ്ഥലത്ത് ഞാൻ ഒരുപാട് നേരമായല്ലോ ഒതുക്കൽ തുടങ്ങിയിട്ട്. അതിൽ നിന്ന് ഞാനൊരു ക്ലാസ് കട്ട് ചെയ്തു എന്നോ? എന്താ നീ പറയുന്നത്? അതെന്തിനു വേണ്ടി? അതെ, ഒരു ആവശ്യത്തിന് വേണ്ടി അച്ഛൻ വിളിച്ചിട്ട് പോയതാ. എന്തിനാ വിളിച്ചത്? കോടതിയിൽ പോകാൻ വേണ്ടി. നിന്റെ കേസുണ്ടല്ലോ, ഞാനും അച്ഛനും ഒപ്പിട്ട് കൊടുത്തു. ഇനി എന്തായാലും ഇന്ന് തന്നെ കോടതിയിൽ എത്തിക്കുക എന്നാണ് വക്കീൽ പറഞ്ഞിട്ടുള്ളത്. അത് കേൾക്കുന്ന ജീവരാജ് കൈകൂപ്പിയും കൊണ്ട്, താങ്ക്സ് ഉണ്ട് കേട്ടോ, ഇതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, ഞാൻ എന്നും നിനക്ക് കടപ്പെട്ടവൻ തന്നെ ആയിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ മഞ്ചാടി പറയാം, കടപ്പെട്ടയും നന്മയോ താങ്ക്സും ഒന്നും എനിക്ക് വേണ്ട, ഇതെന്തിനു വേണ്ടിയാണ് ഞാൻ ചെയ്തു തന്നെ എന്നുള്ളത് നീ തെളിയിച്ചു കൊടുത്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നാൽ ഇനി ഈ തെറ്റിലൂടെ നീ ഒരിക്കലും പോകരുത്, അതെനിക്ക് നീ സത്യം ചെയ്തു തരണം എന്ന് പറഞ്ഞ് മഞ്ചാടി കൈകൾ കൊടുക്കുമ്പോൾ ജീവരാജ് തിരിച്ചും സത്യം ചെയ്യാൻ കേട്ടോ. എന്നിട്ട് പറയണേ, ഞാൻ ഒരിക്കലും ഈ തെറ്റിലൂടെ ഇനി പോവുകയുമില്ല, നീ പറഞ്ഞതുപോലെ എല്ലാവർക്കും മുന്നിൽ ഞാൻ തെളിയിച്ചു കൊടുക്കും, ഞാൻ നല്ലൊരു വ്യക്തിയായി ഇനി മാറും എന്നൊക്കെ പറഞ്ഞ് മഞ്ചാടിയുടെ കൈകൾ പിടിക്കുന്നു. പിന്നീട് അവരൊരു കടപ്പുറത്ത് പോവാണ്. എന്നാൽ ഈ സമയം മഞ്ചാടി പറയണേ, ഞാൻ നിൻ്റെ കേസ് പിൻവലിക്കാൻ വേണ്ടി ഗോകുലുമായുള്ള വിവാഹ നിശ്ചയത്തിന് സമ്മതിച്ചു. അയ്യോ, അത് വേണ്ടായിരുന്നു, എന്നാൽ എൻ്റെ കേസ് പിൻവലിക്കേണ്ടായിരുന്നു. നിൻ്റെ ജീവിതം തൊലിച്ചും കൊണ്ട് എനിക്കൊരു ജീവിതം കിട്ടിയിട്ടെന്താ? അത് കേൾക്കുന്ന മഞ്ചാടി പറയാം, എൻ്റെ ജീവിതം തൊലിച്ചു എന്ന് മറ്റുള്ളവർക്ക് പറയാൻ കഴിയില്ല, കാരണം പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നല്ലൊരു ജീവിതമാണ് എനിക്ക് കിട്ടുന്നത്. എന്നാൽ എനിക്ക് എൻ്റേതായ ഒരു സ്വപ്നമുണ്ട്, ആ സ്വപ്നം എനിക്ക് നിറവേറാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയ ഞാൻ ചെയ്തു. എല്ലാ പെൺകുട്ടികളുടെയും വിധി ഇങ്ങനെയാണ്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു വിവാഹം അവർക്ക് കിട്ടില്ല, അതാണ് പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലവും യുഗവും ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇന്ന് ജീവരാജ് തിരിച്ചും പറയുന്നു കേട്ടോ. ഇതേ സമയം സച്ചിയെക്കാണ് കാണിക്കുന്നത്. സച്ചിയുടെ കുടുംബത്തോട്ട് ദാസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ദുവിനെ കാണുന്ന സച്ചി ചോദിക്കുക, ആഹാ, കല്യാണം കഴിഞ്ഞ പെണ്ണോ ഇവിടെയുണ്ടോ? എവിടെ നിൻ്റെ പുതിയാപ്പിള എവിടെ? രാഹുലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ, രാഹുൽ ഇവിടെ ഇല്ല, അദ്ദേഹം വയനാട് പോയിരിക്കുകയാണ്. അതെന്തിന്? ഒരു മെഡിക്കൽ ക്യാമ്പാണ്. ആഹാ, ആള് പുള്ളി കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് ഗോകുലിനും സച്ചിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. സാധാരണ ഒരു വിവാഹം കഴിഞ്ഞാൽ എല്ലാവരും ഹണിമൂണിന് പോകുന്ന സ്ഥാനത്ത് ഇന്ന് മെഡിക്കൽ ക്യാമ്പിന് പോയ ഒരു വ്യക്തി, അവനെ എത്ര അപ്രിഷ്യേറ്റ് ചെയ്താലും മതിയാവില്ല എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അവിടെ ഇന്ദു ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം അത് പിന്നെ അവൻ്റെ കല്യാണം പെട്ടെന്നുള്ള കല്യാണമായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവൻ ഈ കല്യാണത്തിന് മുന്നേ എടുത്ത ക്യാമ്പാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണോ ഞാനിങ്ങനെ പറഞ്ഞത്, ആ ആളെ എത്ര നന്ദി പറഞ്ഞാലും ആ ആളെ എത്ര ഉയർത്തി പറഞ്ഞാലും മതി വരില്ല എന്ന് ഞാൻ പറഞ്ഞത് അതാണ് സച്ചി. കാരണം ഈ വിവാഹം നടന്നിട്ട് വേണമെങ്കിൽ ഇത് വേണ്ടെന്ന് വെക്കാനോ നീട്ടിവെക്കാനൊക്കെ അവന് കഴിയും, പക്ഷെ അവന് ജോലിയോടുള്ള ആ കൂറ് അത് അവന് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടാ. പിന്നീട് സച്ചി പറയണേ, ഞാനിങ്ങോട്ടേക്ക് വന്നല്ലേ, ദാസ് പറയണ സച്ചിയോട്, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നെ അണ്ണൻ പറഞ്ഞയച്ചിട്ടാണ്. അതെന്താ എന്ന് ചോദിക്കുമ്പോൾ മഞ്ചാടി ജീവരാജിനെതിരെയുള്ള ആ കേസ് വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. എന്നാൽ ഈ സമയം വേറൊരു കാര്യം പറയാനാണ് എന്നെ അണ്ണൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്, അതായത് മഞ്ചാടിയുടെയും ഗോകുലിൻ്റെയും വിവാഹ നിശ്ചയം അത് ചെയ്യണ്ടേ. അത് പറഞ്ഞ ഉടൻ തന്നെ ഗോകുലിൻ്റെ മുഖം മാറി മറിയുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഉടൻ തന്നെ അത് വേണം എന്നിങ്ങനെ സച്ചി പറയുന്ന സമയത്ത് ഇത് ഇത്ര പെട്ടെന്ന് വേണോ എന്നിങ്ങനെ ഗോകുല് ചോദിക്കുകയാണ് കേട്ടോ. മഞ്ചാടിയുടെ ഉള്ളിൽ ഇനി ഒരു തോന്നലുണ്ടാവും, ഈ കേസ് പിൻവലിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വിവാഹ നിശ്ചയത്തിന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ആ ഒരു തോന്നൽ അവളിൽ വരും എന്നിങ്ങനെ പറയാൻ കേട്ടോ. അതുകൊണ്ട് എനിക്ക് മഞ്ചാടിയുമായി ഒന്ന് സംസാരിച്ചിട്ട് മതി എന്നിങ്ങനെ പറയുമ്പോൾ, അതെന്തിനാടാ നീ അവളോട് സംസാരിക്കാൻ പോകുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ മനഃപൂർവ്വം ഇങ്ങനെ ഈ ഒരു പണി വെച്ചതാണ്, കാരണം വിവാഹ നിശ്ചയം നിൻ്റെയോ അവളുടെയും നടക്കണമല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ആവശ്യപ്പെട്ടത്. നീ അവളുടെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമവും അനുഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, അതല്ല അച്ഛാ, അവളുടെ സമ്മതപ്രകാരം ആവണം ഈ കല്യാണം, അല്ലാതെ വെറുതെ അങ്ങ് കല്യാണം കഴിക്കാനും നിശ്ചയിക്കാനൊന്നും എനിക്കിഷ്ടമില്ല എന്ന് പറയാനേട്ടാ. ഇതേ സമയം ഇതെന്താടാ നീ ഇങ്ങനെ പറയുന്നത്? സാധാരണ ഒരു പാലം ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, അതല്ലേ പാലത്തിൻ്റെ ആ ഒരു ഇത്, അല്ലാതെ ഒരു വഴി മാത്രം എല്ലാം ശരിയായാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ ദാസ് പറയാണ് സച്ചിയോട്, എന്തായാലും അണ്ണൻ പറഞ്ഞിരിക്കുന്നത് സച്ചി, നീ ഒരു ജോത്സ്യനെ കണ്ട് വിവാഹ നിശ്ചയം എന്നാണെങ്കിൽ ഉറപ്പിച്ചോ എന്നാണ്. അയ്യോ, അതൊന്നും വേണ്ട. അപ്പോൾ എന്താ മാഷ് ഇങ്ങോട്ടേക്ക് വരാതിരുന്നത്? മാഷിൻ്റെ കൂട്ടുകാർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവരെയും കൊണ്ട് 2 ദിവസം എവിടേക്കേ കറങ്ങാനുണ്ട്, പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരാൻ എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ വീട്ടിൽ ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റേതാണെങ്കിലും മാഷിൻ്റേതാണെങ്കിലും എനിക്ക് അനന്തം മാഷ് പറഞ്ഞ ജോത്സ്യനെ കാണാനും കഴിയുള്ളൂ. അനന്തം മാഷ് നിശ്ചയിച്ച ആ
ആ ആളെ നിശ്ചയിച്ച ആ മുഹൂർത്തത്തിലെ എനിക്ക് എൻ്റെ മകൻ്റെ വിവാഹ നിശ്ചയം നടത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് എനിക്ക് തിരക്കൊന്നുമില്ല. അനന്തമാഷിൻ്റെ ഒഴിവുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറയാനേട്ടാ. അത് കേൾക്കുന്ന ദാസു പറയണേ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയണേ. പിന്നീട് വിനയനെയാണ് കാണിക്കുന്നത്. വിനയൻ ഇങ്ങനെ വരുമ്പോൾ വിനയൻ്റെ അമ്മയും അമ്മാവനും കൂടി പൂളെങ്ങനെ നടുന്നുണ്ട് കേട്ടോ. അപ്പം മണ്ണൊക്കെ ഇങ്ങനെ ഇളക്കി മറിക്കുകയാണ്. അപ്പോൾ വിനയൻ അതിന് മുന്നിലോട്ട് ചാടുന്നുണ്ട്. നീ ഒന്നങ്ങ് മാറി നിൽക്കടാ എന്ന് ലതിക പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായി നീ ദയെ കണ്ടോ? ദയെ കണ്ടു. ദയെ ഇന്ന് ഡിസ്ചാർജ് ചെയ്തു. അവരുടെ വീട്ടിലോട്ടാണ് ഞങ്ങൾ പോയത്. ദയയുടെ അവസ്ഥ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മറ്റവനെ കണ്ടെത്തണം. അത് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിട്ട് നീ ദയെ കണ്ടോ? ഇല്ല, എന്നെ ദയെ കണ്ടില്ല. ഞാൻ അവളെ കാണാനും പോയില്ല. ഇനിയിപ്പോൾ എന്നെയുമായി എങ്ങനെയാവും അവളുടെ നിലപാടെന്നും പറയാനൊന്നും കഴിയില്ലല്ലോ. പിന്നെ അതുമാത്രമല്ല വേറൊരു വിശേഷമുണ്ട് അമ്മേ. എന്ത് വിശേഷം? അതെ, നമ്മുടെ മഞ്ചാടിയുടെ വിവാഹ നിശ്ചയം നടത്താൻ പോവുക. ആരുമായി? ഗോകുലുമായാണോ? അതെ, ഗോകുലുമായി എന്ന് പറയാനേട്ടാ. അങ്ങനെ പിന്നീട് വിനയൻ പൂള നടുന്നുണ്ട്. എന്നിട്ട് വിനയൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും കുളിച്ചിട്ട് വരാം. ഇനി എൻ്റെ സഹായം ആവശ്യമുണ്ട്. ഇനി പോയിക്കോ, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് സുശീലയാണ് കാണിക്കുന്നത്. സുശീല വൈകുന്നേരം മഞ്ചാടി വരുമ്പോഴേക്കും പഴംപൊരിയൊക്കെ പൊരിക്കുകയാണ്. മഞ്ചാടി കയറി വരുമ്പോൾ തന്നെ മൂക്കിലോട്ട് അത് ഇടിച്ച് കയറുന്നുണ്ട്. അങ്ങനെ മഞ്ചാടി പറയണേ, എൻ്റെ ചേച്ചി എന്തൊരു പഴംപൊരിയുടെ സ്മെല്ലാണ് എന്നിങ്ങനെ പറയണേട്ടോ. അമ്മായിമ്മ പ്രതിഷേധമൊക്കെ നിർത്തിയോ? അതൊക്കെ നിർത്തി. ഇന്ന് ഉച്ചയ്ക്ക് നല്ല മീൻകറിയും ചോറായിരുന്നു. അയ്യോ എന്തൊരു ടേസ്റ്റി ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ അയ്യോ ക്യാൻറ്റീനിലെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഭക്ഷണമായിരുന്നു. എനിക്ക് കുറച്ച് ചോറും മീൻകറിയൊക്കെ കിട്ടുമോ? അതൊക്കെ കിട്ടും, ഞാൻ എന്തായാലും മേടിച്ച് തരാം. അപ്പോൾ ഉടൻ തന്നെ ഇതിപ്പോൾ എന്താ വലിയൊരു മാറ്റമാണല്ലോ ഇവർ സംഭവിച്ചിരുന്നത്. അങ്ങനെ അനുചേച്ചി അവരെ മുട്ട് കുത്തിച്ചുല്ലേ. വലിയൊരു യുദ്ധം കഴിഞ്ഞ് മുട്ട് കുത്തിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യമാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. സ്നേഹത്തിലൂടെ കീഴ്പ്പെടുത്തുക. പക്ഷെ അതിലൊരു ചതിയുണ്ട്. അപ്പോൾ പഴംപൊരി ഇങ്ങനെ തിന്നും കൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന മഞ്ചാടി പറയും, ഈ ചതിയെന്ന് ഉദ്ദേശിച്ചത് അല്ല, അവർ ഫുഡ് ഉണ്ടാക്കാനാണ് കയറിയിട്ടുള്ളത്, അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ പറയണേ, അയ്യോ അപ്പോൾ ഈ പഴംപൊരി വിഷയമുണ്ട്. അത് നീ പേടിക്കണ്ട, അത്ര വലിയ ധൈര്യം അവർക്കില്ല. അത് ജയിലിൽ പോയി കിടക്കുന്ന കാര്യമല്ലേ, അതുകൊണ്ട് നീ ധൈര്യമായി കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ സുശീല വിളിക്കാണ്, മഞ്ചാടി ഇതാ പഴംപൊരി, ഇതും കൂടി കഴിച്ചിട്ടോ എന്ന് പറയാണ്. വെച്ചുട്ടിന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് മോളെ. അനുപമ കഴിക്കുന്നില്ലേ മോളെ എന്നുള്ള ആ വിളിയൊക്കെയാണ് കേട്ടോ വരുന്നത്. അത് കേൾക്കുന്ന മഞ്ചാടി അനുപമ ആകെ കിളി പോയിരിക്കുകയാണ്. എന്നിട്ട് സുശീല പറയണേ, ഞാൻ ചായ എടുത്തിട്ട് വരാം മഞ്ചാടിക്ക്. അനുപമ നിനക്ക് ചായ വേണ്ട? വേണ്ട, എന്നാൽ മോളെ ഞാൻ ചായ എടുത്ത് വരാട്ടോ എന്ന് മഞ്ചാടിയെ വിളിച്ചും കൊണ്ട് സുശീല അകത്തോട്ട് പോവാണ്. എൻ്റെ അമ്മോ, ഇത് സുശീലാൻ്റി തന്നെയാണോ? ഇത് എന്തൊരു സ്വപ്നമാണ് എന്ന് പറയുമ്പോൾ സ്വപ്നമൊന്നുമല്ല, യാഥാർത്ഥ്യമാണ്. ഇവരെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുമ്പോൾ ഇനി എനിക്ക് എൻ്റേതായ ആയുധം ഞാൻ എടുക്കണം, അല്ല എങ്കിൽ ഇവർക്ക് മുന്നിൽ ഞാൻ കീഴ്പ്പെട്ടു പോകും എന്നിങ്ങനെ പറയാൻ കേട്ടോ. എന്തായാലും മനുചേച്ചിയും കൊള്ളാം, അമ്മായിമ്മയും കൊള്ളാം എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ സുശീല വിളിച്ച് പറയണേ, മോളെ നിനക്ക് ബൂസ്റ്റ് പൊടി ഇടണോ? വേണ്ട 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 എന്നിങ്ങനെ അപ്പുറത്തും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. മഞ്ചാടിക്ക് സുശീലാൻ്റിയുടെ ആ ഒരു മാറ്റം ഒരിക്കലും വിശ്വസിക്കാനാവാതെ ഇങ്ങനെ നിൽക്കാനുണ്ടാകും. സുശീല പറയുന്നുണ്ട്, വെളിച്ചെണ്ണയിൽ പൊരിച്ച പഴംപൊരിയാണ്, അതുകൊണ്ട് അത്ര ടേസ്റ്റി. ആൻറ്റിയുടെ കൈപ്പുണ്യം നീയൊന്നും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. പിന്നീട് സന്ധ്യാദീപം കൊളുത്തി വെച്ചിരിക്കുന്നത് എടുക്കാൻ വേണ്ടി അനുഭവം പുറത്തോട്ട് വരുമ്പോൾ സോനയും ശ്യാമും കൂടി കയറി വരുന്ന കേട്ടോ. അവരെ കണ്ട ഉടൻ തന്നെ വിളക്ക് കിടത്തുന്ന നേരത്താണ് വരുന്നത്. അയ്യോ വിരുന്നുകാർ ഈ നേരത്ത് വരാൻ പാടില്ല എന്നുണ്ടോ, എന്നാൽ ഞാൻ പോണോ? അത് ചോദിക്കുന്ന അനുപമ പറയാണ്, അത് നിൻ്റെ തോന്നൽ, നീ വിരുന്നുകാരിയല്ലല്ലോ, കാരണം നീ വീട്ടുകാരിയല്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നീ അകത്തോട്ട് കയറി. എവിടെ എൻ്റെ അമ്മ? അപ്പോഴാണ് സുശീല ടേബിളിൽ ഇങ്ങനെ ഭക്ഷണം കൊടുന്ന് വെക്കുന്നത് കേട്ടോ. അപ്പോൾ സോന ചോദിക്കുകയാണ്, എന്താ അമ്മേ നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണോ? അയ്യോ അതല്ല, എനിക്കൊന്ന് കിടക്കണം, ക്ഷീണമുണ്ട്, അതുകൊണ്ട് ഭക്ഷണം ഇവിടെ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കേണ്ടവരൊക്കെ കഴിച്ചു പോയിക്കോളുമല്ലോ എന്ന് പറഞ്ഞ് ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ സുശീല റൂമിലോട്ട് ചെല്ലണം കേട്ടോ. പിന്നീട് സുശീല ഇവരുടെ സംസാരം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ മഞ്ചാടി എങ്ങനെയുണ്ട് നിൻ്റെ പഠിത്തമൊക്കെ എന്ന് ഇങ്ങനെ ശ്യാമു ചോദിക്കുമ്പോൾ ഉഴപ്പലൊക്കെ നിർത്തി ഇപ്പോൾ പഠിപ്പിലോട്ട് മാത്രം ശ്രദ്ധിക്കുന്നു, എന്നാൽ നീ ഇനി ഇവിടെ സംസാരിക്കാൻ നിൽക്കണ്ട, നീ പോയി പഠിച്ചോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതേസമയം അനുപമയോട് ചോദിക്കട്ടെ എന്തായി കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അമ്മയാണ് എല്ലാ ഭക്ഷണവും ഉണ്ടാക്കാറ് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. എന്നിട്ട് സോനയോട് പറയണം, സോന നീ അമ്മയുടെ അടുത്തോട്ട് പോയിക്കോ, എൻ്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കേണ്ട, നമുക്ക് പിന്നെ അത് വിഷമാവും എന്ന് പറഞ്ഞ് സോനയെ പറഞ്ഞു വിടേണ്ട. അങ്ങനെ സോന സുശീലയുടെ അടുത്തോട്ട് വരികയെന്ന് കാണുമ്പോൾ സുശീല എന്ത് ചെയ്യുന്ന, തൻ്റെ കാലിൽ വേദനയുണ്ട്, നീരുണ്ട് എന്ന ആ ഭാവത്തിൽ കാലിങ്ങനെ പതുക്കെ പൊന്തിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സോന വന്നിട്ട് ചോദിക്കുകയാണ്, അമ്മേ അകത്തോട്ട് കയറിക്കോട്ടെ. അത് കേൾക്കുന്ന സുശീല പറയണേ, എൻ്റെ അടുത്തോട്ടല്ലല്ലോ നീ വന്നത്, അവളെ കാണാനല്ലേ നീ വന്നത്. അത് കേൾക്കുന്ന സോന പറയണേ, ഞാൻ ആരെ കാണാൻ വന്നു എന്നിരിക്കട്ടെ, പക്ഷേ ഈ റൂമിൽ അമ്മയല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് അമ്മയെ കാണാൻ വന്നു, അതുകൊണ്ട് കയറിക്കോട്ടെ. കയറി വാ എന്ന് പറഞ്ഞിട്ട് സുശീലയുടെ അടുത്തോട്ട് സോന ചെല്ലാണ് കേട്ടോ. ഉടൻ തന്നെ സോന പറയണേ, എന്താ അമ്മേ വിശേഷം? വിശേഷങ്ങൾ ഇതല്ലേ, അവളുടെ വേലക്കാരിയായി ഞാൻ വിശേഷം, എൻ്റെ മകനാകെ മാറിയിരിക്കുന്നത്. അത് കേൾക്കുന്ന സോന പറയണേ, ഇന്ദ്രേട്ടൻ അങ്ങനെ ഒരു മാറ്റമൊന്നുമില്ല,
അമ്മ ഏറ്റെടുത്ത പണിയാണെന്നല്ലോ എന്നോട് അനുചേച്ചി ഇതൊക്കെ പറഞ്ഞത്. കിച്ചൺ ഡ്യൂട്ടി മുഴുവൻ അമ്മ ഏറ്റെടുത്താൽ പിന്നെ എന്ത് ചെയ്യും? അത് കേൾക്കുന്ന സുശീല പറയണേ, കിച്ചൺ ഡ്യൂട്ടി ചെയ്യാൻ ഏറ്റെടുത്ത് എൻ്റെ മകന് വെച്ച് വിളമ്പി ഉണ്ടാക്കി കൊടുക്കുക എന്നാ പറഞ്ഞത്. പക്ഷെ അവൾക്കും അവളുടെ അനിയത്തിക്കും വെച്ച് വിളമ്പൊന്നും ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. എന്നാൽ ഇന്ദ്രേട്ടനോട് അത് പറയായിരുന്നില്ല നമുക്ക്. പഴയ ഇന്ദ്രനോടാണെങ്കിൽ എനിക്കത് പറയായിരുന്നു. എന്നാൽ ഇന്നത്തെ ഇന്ദ്രനോട് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പക്ഷേ ഈ വീട്ടിൽ നിന്ന് പുറത്താവും. അത് കേൾക്കുന്ന സോനയ്ക്ക് ചിരി വരുന്നതാണ് കേട്ടോ. എന്നിട്ട് സോന പറയണം, അമ്മേ എന്തിനാണ് അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അത് തന്നെയാടി എൻ്റെ കാലിൽ ഇന്നേ വരെ നീര് വന്നിട്ടില്ല. ഇന്നിപ്പോൾ നീര് വന്നിരിക്കുന്നത് നീ കണ്ടില്ലേ? കണ്ടു അമ്മേ. എന്നാൽ അമ്മയുടെ കാലിങ്ങ് കാണിച്ച് ഞാൻ തിരുമ്പിത്തരാം. വേണ്ട വേണ്ട, നിങ്ങളൊന്നും തിരുമ്പിത്തരണ്ട, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അമ്മ കാലിങ്ങ് താ എന്ന് പറഞ്ഞിട്ട് കാലിങ്ങനെ തിരുമ്പണേട്ടാ. എന്നിട്ട് സുശീലയോട് പറയണേ, എന്തിനാ അമ്മേ ഇങ്ങനെ ബുദ്ധിമുട്ടി ഇവിടെ നിൽക്കുന്നത്? അമ്മ ഞങ്ങളുടെ കൂടെ പോന്നേക്ക് എന്ന് പറയുമ്പോൾ, ഇല്ല, ഞാൻ ഇന്ദ്രനെ കണ്ട് മരിക്കാനാണ് ഞാൻ അവിടെ നിന്നും പടിയിറങ്ങിയത്. നിങ്ങൾക്കൊന്നും എന്നെ ആവശ്യമില്ലല്ലോ. അത് കേൾക്കുന്ന സോന പറയാം, ആര് പറഞ്ഞു അമ്മേ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന്? അമ്മയ്ക്ക് ഇന്ദ്രേട്ടനെ മതി എന്ന് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്? അത് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇന്ദ്രനെ കണ്ട് മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് നിറവേറാൻ കുറച്ച് കഷ്ടപ്പാടും വേദനയും യാതനയും ഒക്കെ സഹിക്കേണ്ടി വരും. ഒരുപക്ഷെ ഈ വീട്ടിലെ വേലക്കാരി റോള് ഞാൻ ചെയ്യേണ്ടി വരും. എന്നാലും വേണ്ടില്ല, ഞാൻ ഇവിടെയും വിട്ടു പോവില്ല എന്ന് പറയാനായിട്ടാണ്. അപ്പം ഇങ്ങനെ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.